ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറൈറ്റി എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വെറൈറ്റി ഒന്നുമല്ല, എന്നാലും കുറച്ച് വെറൈറ്റി ഉണ്ട്. പിന്നെ ഇന്ന് ഞാൻ നിറച്ച് ഊമയായിരിക്കും, കാരണം എനിക്ക് വീഡിയോ എടുത്ത ടൈമിൽ എന്തോ വയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു പനിയായിരുന്നെന്ന് തോന്നുന്നു. എന്തോ എനിക്ക് വയ്യായിരുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി, ഇപ്പോഴാണ് വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പം അങ്ങനെ അധികം ആരും റിവ്യൂ ചെയ്യാത്തൊരു പ്രൊഡക്റ്റായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത്. പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നതിന് മുമ്പ് നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു റൊട്ടീൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു 3 സ്റ്റെപ്സ് ആയിരിക്കും: ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ ഫേസ് വാഷ് ആണ്. പിന്നെ ടോണിങ്, ടോണർ, പിന്നെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പം ഈ ഒരു 3 ബേസിക് സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും ക്ലെൻസിങ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷ്. പിന്നെ പറയാനുള്ളത്, വെളുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്. നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലെ പിമ്പിൾസ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് സ്കിന്നിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണും. ഇപ്പം എൻ്റെ നോക്കുകയാണെങ്കിൽ എനിക്ക് മറ്റേ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, പിന്നെ ഓപ്പൺ പോഴ്സ് ഉണ്ട്, ചെറിയ ചെറിയ പിമ്പിൾസ് ഉണ്ട്, പിന്നെ അങ്ങനെ ചില്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഫേസിലും. അപ്പം അതേപോലത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറ്റി നമ്മുടെ സ്കിൻ കുറച്ചൊരു ഹെൽത്തി ആക്കി വെക്കാനാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്. അപ്പോൾ സ്കിൻ കെയറിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്ലെൻസിങ്. ക്ലെൻസിങ് അല്ലെങ്കിൽ ഫേസ് വാഷ്. നിങ്ങൾക്ക് ഏത് ഫേസ് വാഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മറ്റേ ഹിമാലയയുടെ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ പോൺസ്, ഫെയർ ആൻഡ് ലവ്ലി, പിന്നെ എന്തിൻ്റെയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഇസഡം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേസ് വാഷ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചെണ്ണം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം നമുക്കങ്ങനെ 100% നമുക്ക് ഉറപ്പുള്ള പ്രൊഡക്ട്സ് അല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഹിമാലയയുടെ ഫേസ് വാഷാണ്. നിങ്ങളെൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും കാണുന്നത് ഹിമാലയയുടെ ഫേസ് വാഷൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ മാമഅർത്തിൻ്റെ മറ്റേ സ്മിറ്റണിന്ന് വാങ്ങിച്ചൊരു കുഞ്ഞു പാക്ക് ഇല്ലായിരുന്നോ, അതും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനത് വലുത് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടത് ഹിമാലയയുടെ പ്രൊഡക്ട്സ് ഒക്കെയാണ്. അപ്പം ഇന്ന് ഞാനൊരു ഹിമാലയയുടെ പ്രൊഡക്റ്റ് അല്ല പക്ഷെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതാണ് ആയുർ ഹെർബൽസിൻ്റെ ഡീപ്പ് ക്ലെൻസിങ് മിൽക്ക് വിത്ത് അലോവേര. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ pH ബാലൻസ്ഡ് ആണ്. പിന്നെ ഇതൊരു ഹെർബൽ കളക്ഷൻ തന്നെയാണെന്നാണ് പറഞ്ഞേക്കുന്നതിൽ. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതെന്ന് പറഞ്ഞല്ലോ. പിന്നെ നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കാൻ ഒരിക്കലും മറക്കരുത്. സ്കിൻ കെയർ ആണെങ്കിലും ഇതുവൻ ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ പോലും എക്സ്പയറി ഡേറ്റ് നോക്കാൻ ഒരിക്കലും മറക്കരുത്. നമ്മൾ ഫേസ് വാഷ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് ഒക്കെ മാറ്റി നമ്മുടെ സ്കിൻ കുറച്ച് ക്ലീൻ ആക്കി നമ്മുടെ ഓപ്പൺ പോഴ്സിലെ ഡേർട്സ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്നത്. സെയിം ഒരു എയിം വെച്ചിട്ടാണ് നമ്മൾ ക്ലെൻസിങ് മിൽക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പം മറ്റേ ഹിമാലയയുടെ ക്ലെൻസിങ് മിൽക്കൊക്കെ ഉണ്ട്. അപ്പം അതേപോലത്തെ ഒരു ക്ലെൻസിങ് മിൽക്കാണ് ഈ ഒരു ആയു ഹെർബൽസിൻ്റെ ക്ലെൻസിങ് മിൽക്ക്. ഇതും നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്നിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിലെ ഓപ്പൺ പോഴ്സ് ഇല്ലേ, ആ ഓപ്പൺ പോഴ്സിൽ സ്റ്റക്ക് ആയിരിക്കുന്ന നമ്മളുടെ ആ ഒരു ഡേർട്സ് ഒക്കെ ഇല്ലേ, ഇപ്പം നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പം നമ്മൾ ഓൾറെഡി ഫേസ് വാഷ് ചെയ്യുമല്ലോ, സെയിം സാധനം തന്നെയാണ് ഇവിടെ ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന എന്തിനാണോ അതിന് തന്നെയാണ് ഈ ക്ലെൻസിങ് മിൽക്കും യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഓപ്പൺ പോസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്ഥിരം വ്യൂവറാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്പൺ പോസ്റ്റിൽ നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ അതിൽ കുറച്ച് പൊടിയൊക്കെ അടിഞ്ഞിരിപ്പുണ്ടായിരിക്കും. അപ്പം ആ ഒരു ഓപ്പൺ പോസിനെയൊക്കെ നമ്മൾ ഈ ഒരു ഫേസ് വാഷ് ആണെങ്കിലും തന്നെ ഒരു ക്ലെൻസിങ് മിൽക്കൊക്കെ ആണെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു പോസ് ഒക്കെ ക്ലീൻ ആക്കിയിട്ട് then ഒരു മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് വെക്കുമ്പോൾ അതൊന്ന് ക്ലോസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനാണ് പറയുന്നത് സ്കിൻ കെയർ ചെയ്യണമെന്ന്. സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഈ ഓപ്പൺ പോഴ്സ് ഒക്കെ കുറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു സ്കിൻ കുറച്ചുകൂടെ ഹെൽത്തി ആവും. പിന്നെ ഇതിൻ്റെ സ്മെല്ല് നോക്കുകയാണെങ്കിൽ ഏതോ ഒരു ബേബി സോപ്പിൻ്റെ ഒരു സ്മെല്ലാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്മെല്ല് എന്തിനേലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി പറഞ്ഞിട്ട് ഭയങ്കര തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്, വൈറ്റ് കളറാണ് ഇതിന് വരുന്നത്. പിന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് 50-50 ആണ്. കാരണം നമ്മുടെ സ്കിൻ കുറച്ച് ക്ലീൻ ആക്കുന്നുണ്ട്, പക്ഷേങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റൊക്കെ നമ്മളുടെ സ്കിൻ അങ്ങ് വഴുവഴുക്കത്തില്ലേ, അതേപോലെയാണ് തോന്നുന്നത്. നമ്മളുടെ സ്കിൻ അങ്ങ് എന്തോ ഒരുമാതിരി വഴുവഴുപ്പുള്ള പോലെ നമുക്ക് തോന്നുന്നു. പക്ഷേ ഇതൊരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മാറും. ഇതിൽ പറഞ്ഞില്ലേ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് സ്യൂട്ട് ആവുമെന്ന്. പക്ഷേ എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പം ഈ ഒരു മിൽക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ സ്കിൻ അങ്ങ് ഒത്തിരിയും കൂടെ ഡ്രൈ ആയിട്ട്
കുറച്ചങ്ങ് സ്ട്രെച്ച് ചെയ്ത് ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു വഴുവഴുക്കുള്ള പോലെ നമ്മുടെ മുഖത്ത് ഒരു എണ്ണമയം ഉള്ള പോലെയൊക്കെയാണ് തോന്നുന്നത്. ഒരു 2, 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് മാറും. പിന്നെ നമ്മളൊരു മോയ്സ്ചറൈസറോ എന്തേലും നിങ്ങൾ അലോവേറ ജെല്ലാണെങ്കിൽ അത് തേച്ചാൽ മതി മുഖത്തേക്ക്. ഈ വീഡിയോ എടുത്ത ടൈമിൽ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ കാണിക്കുമ്പം ഓരോന്ന് പറയണം, അത് പറയണം എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാനതെല്ലാം മറന്നുപോയി. അപ്പം ഞാൻ ഇതിന്ന് എന്തൊക്കെയാ കാണിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം എനിക്കിപ്പോൾ തോന്നുന്നതൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാ യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഫേസ് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് ആ ഒരു ചെറിയ നനവോടെ ഈ ഒരു പ്രൊഡക്റ്റ് ഡോട്ടായിട്ടാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു സാധനം പതയത്തില്ല. നമ്മൾ ഫേസ് വാഷ് ഇടുമ്പോൾ അതിങ്ങനെ പതയത്തില്ലേ? ഇത് പതയത്തില്ല. പിന്നെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ ഫുൾ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റബ്ബ് ചെയ്യത്തില്ലേ? റബ്ബ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഫേസിലങ്ങ് ഓയിലി പോലാക്കും. ആ ഒരു വഴുവഴുപ്പും പിന്നെ ആ ഒരു ഓയിലി പോലെ ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളി അബ്സോർബ് ആവുന്ന രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 2, 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഒരു 2, 3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മസാജ് ചെയ്തിട്ട് ഞാൻ ഇത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ നാൽപ്പാമരാതി ജെല്ലില്ലേ ശ്രേയസിൻ്റെ, ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് വീണ്ടും വാങ്ങണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇത് തീർന്നു പോയി. അപ്പോൾ അത് ഞാൻ ഫുള്ള് നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഞാൻ ഒരു ലിപ് ബാം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത്. പിന്നെ ലിപ് ബാം ഡോട്ട് ആൻഡ് ഗിയുടെ ലിപ് ബാമാണ്. അതും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്കിത് 50-50 ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ അവിടെ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ.